നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കുട്ടികളിലെ ആഹാരരീതിയാണ്. ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് റിട്ടയർഡ് DMO ഹോമിയോ ഡോക്ടർ G. ശിവരാമകൃഷ്ണനാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, കുട്ടികളിലെ ഏത് പ്രായം വരെയാണ് മുലപ്പാൽ കൊടുക്കേണ്ടത്? അപ്പം ഏത് പ്രായം തൊട്ടാണ് കുട്ടികൾക്ക് മറ്റ് ഭക്ഷണങ്ങൾ കൊടുക്കേണ്ടത്? എന്തൊക്കെയാണ് ആ സമയങ്ങളിൽ കൊടുക്കേണ്ട ഭക്ഷണങ്ങൾ? നമ്മൾ സാധാരണ കുട്ടികൾക്ക് നമ്മൾ 6 മാസം വരെ മറ്റ് ആഹാരങ്ങളൊന്നും കൊടുക്കരുത് എന്നല്ല, കൊടുക്കേണ്ട ആവശ്യമില്ല. മുലപ്പാൽ തന്നെ സഫീഷ്യൻ്റ് ആകും, മതിയാകുമെന്ന് എപ്പോഴും പറയാറുണ്ട്. അതിന് കാരണം ഇപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് 6 മാസം വരെ, ഇപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ വന്നിട്ട് നമുക്കറിയാം ആവറേജ് വെയിറ്റ് 3 കിലോ ആണ്. ഒരു 5 മാസം ആകുമ്പോൾ അത് ഡബിൾ ആകും, 6 കിലോ ആകും. അപ്പോൾ 6 കിലോ വരെ വെയിറ്റുള്ള ആ സമയത്ത് കുട്ടിക്ക് അമ്മയുടെ പാലിൽ നിന്ന് കിട്ടുന്ന ഒരു 450 കലോറി മതിയാവും എല്ലാ നമ്മുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും മറ്റുള്ള പ്രവർത്തനങ്ങൾക്കും ഒക്കെ. അതേസമയം കുട്ടി 6 മാസം കഴിഞ്ഞാൽ 450 കലോറി ഒരിക്കലും സഫീഷ്യൻ്റ് ആവില്ല. ഒരു 750-800 കലോറി വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള ആഹാരങ്ങൾ കൊടുത്തേ മതിയാവും. അമ്മയുടെ പാലെന്ന് പറയുമ്പോൾ ഒരു 6 മാസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി കുറച്ച് കുറഞ്ഞു വരും. അപ്പോൾ ഒരു 750-800 കലോറി ആവശ്യം വരുന്നതുകൊണ്ട് മറ്റുള്ള സെമി സോളിഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ 6 മാസം മുതൽ 10 മാസം വരെ നമ്മൾ കൊടുക്കാൻ അഡ്വൈസ് ചെയ്യും. അപ്പോൾ 6 മാസം മുന്നേ കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം കുട്ടിയുടെ ഈ ദഹനേന്ദ്രിയ പ്രക്രിയയുമായി ബന്ധപ്പെട്ട അവയവങ്ങളൊക്കെ വളർന്നു വരേണ്ട ഒരു സമയം എന്ന് പറയുന്നത് 6 മാസമായിട്ട് ആണ് വളർന്നു വരിക, അതിനുള്ള കാര്യപ്രാപ്തി നേടുക. അപ്പോൾ കട്ടി ആഹാരങ്ങളെ ദഹിപ്പിക്കാനൊക്കെ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ 6 മാസം കഴിയുമ്പോൾ അതിന് സജ്ജമാക്കുകയും അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ സെമി സോളിഡ് ഫുഡുകളെ കൊടുത്തു തുടങ്ങിയാൽ കുട്ടി അത് കൃത്യമായിട്ട് ആ ഒരു പ്രക്രിയ അവിടെ നടക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഏത് പ്രായം വരെയാണ് ഡോക്ടർ മുലപ്പാൽ കൊടുക്കാൻ നിർദ്ദേശിക്കുന്നത്? നല്ല ചോദ്യമാണ്. അതായത് നമ്മൾ പലർക്കും പല കൺഫ്യൂഷൻസ് ഉണ്ട്. ചില അമ്മമാർ 2 വയസ്സ് കഴിഞ്ഞിട്ടും മുലപ്പാൽ കൊടുക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ചില അമ്മമാർ നേരത്തെ അത് നിർത്തിക്കളയും. അപ്പോൾ യഥാർത്ഥത്തിൽ എങ്ങനെ എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തമായി ഒരു ക്ലിയർ കട്ടായിട്ട് നമുക്കത് പറയാൻ കഴിയില്ല. എങ്കിലും അതിപ്പോൾ ഒരു അമ്മ വിചാരിക്കുകയാണ്, ഞാൻ കുട്ടിക്ക് 4 വയസ്സ് വരെ ഞാൻ പാൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ നമുക്ക് അവകാശമൊന്നുമില്ല. അത് അമ്മയുടെ അവകാശമാണ്. പക്ഷെ മെഡിക്കൽ രീതിയായിട്ട് നമുക്കത് എന്തുകൊണ്ടാണ് 2 വയസ്സിന് ശേഷം പാൽ കൊടുക്കേണ്ടതില്ല എന്ന് പറയാൻ കാരണങ്ങളുണ്ട്. ഇപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും 6 മാസം വരെ അത്യന്താപേക്ഷിതമാണ് മുലപ്പാൽ കൊടുക്കുക എന്ന് പറയുന്നത്. അത് വളരെ വളരെ വൈറ്റലാണ്, കൊടുത്തിരിക്കണം. പിന്നെ 6 മാസം മുതൽ 1.5 വയസ്സ് വരെ കൊടുക്കണം. അത് കൊടുത്തിരിക്കണം എന്ന് പറയുന്നു. ആദ്യം 6 മാസം വരെ 1.5 വയസ്സ് വരെ കൊടുക്കണം. പിന്നെ 1.5 വയസ്സിന് ശേഷം 1.5 വയസ്സ് മുതൽ 2 വയസ്സ് വരെ കൊടുക്കണം എന്ന് അവിടെ പറയുന്നില്ല, കൊടുക്കാം. പിന്നെ 2 വയസ്സിന് ശേഷം കൊടുക്കേണ്ടതില്ല, കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. അത് അമ്മയുടെ അവകാശമാണ്. മെഡിക്കൽ ഡോക്ടർമാർ അങ്ങനെ പറയാൻ പറ്റുമോ? കൊടുക്കാൻ പാടില്ല, കൊടുക്കേണ്ടതില്ല എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. കാരണം 2 വയസ്സിന് ശേഷം 1 വയസ്സ് കഴിയുമ്പോൾ തന്നെ 10 മാസം കഴിയുമ്പോൾ തന്നെ നമ്മളിപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ഈ സെമി സോളിഡ് ആയിട്ടുള്ള ഫുഡൊക്കെ മാറ്റിയിട്ട് തരികളായിട്ടുള്ളതൊക്കെ കൊടുത്ത് തുടങ്ങണം. അപ്പോൾ അപ്പോഴും നമ്മൾ ഈ അരച്ചു കൊടുക്കാൻ നിൽക്കരുത്. ഒരിക്കലും നമ്മൾ അരച്ചു കൊടുക്കുന്ന ഏർപ്പാടെല്ലാം അത് അങ്ങനെ ഒന്നും ഈ അരച്ചു കൊടുക്കാനേ പാടില്ലാത്തതാണ്. നമ്മളിപ്പോൾ 6 മാസത്തിൽ നമ്മൾ കൊടുക്കുന്ന മുത്താര അത് ആ രീതിയിൽ തന്നെ കൊടുക്കാം. അതുപോലെ റാഗി കൊടുക്കാം, കഞ്ഞിവെള്ളം കൊടുക്കാം. ഇപ്പോൾ മുത്താര കൊടുക്കുന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം കൊടുക്കുന്നതിൽ എന്താ പ്രശ്നം? കഞ്ഞിവെള്ളം രണ്ടും കാർബോഹൈഡ്രേറ്റ് തന്നെയല്ലേ. അപ്പോൾ കഞ്ഞിവെള്ളം കൊടുക്കാം. അപ്പോൾ അവിടെ തരികളൊന്നും വരുന്നില്ലല്ലോ. ഈ മുത്താര കൊടുക്കുമ്പോൾ ഈ തണുപ്പുണ്ട് എന്നൊരു പ്രശ്നമുണ്ട് ഡോക്ടർ. അപ്പൊ അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിനെന്താ ചെയ്യുക? അതൊരു തെറ്റിദ്ധാരണയല്ലേ. കാരണം തണുപ്പ് അങ്ങനെ ആഹാരത്തിൽ അങ്ങനെ തണുപ്പ് ചൂട് എന്നൊന്നുമില്ല. ഇപ്പോൾ നമുക്കുള്ള ചില തെറ്റിദ്ധാരണകളിൽ ഒന്നാണ്, അതായത് ഇപ്പോൾ പൈൽസ് ഉള്ള ആളുകൾക്ക് ഇങ്ങനെ കോഴിമുട്ട ഭയങ്കര ചൂടാണ്, കോഴിമുട്ട കൊടുക്കാൻ പാടില്ല, അത് ഭയങ്കര പ്രശ്നമുണ്ടാക്കും എന്ന് പറയാറുണ്ട്. അതേസമയം ഈ താറാമുട്ട നല്ലതാണ്, താറാവിന്റെ ഇറച്ചി നല്ലതാണ്. കാരണം താറാവ് വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് അങ്ങനെ തോന്നിപ്പോകുന്നതാണ്. അപ്പോൾ അത് താറാവിനെ എടുത്ത് നമ്മൾ പാചകം ചെയ്താൽ അത് ചൂട് തന്നെ, പുറത്തു വന്നാൽ അത് ചൂടാണ്. കോഴിയും താറാവും ഒക്കെ അക്കാര്യത്തിൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് കോഴിമുട്ടയും താറാമുട്ടയും തമ്മിൽ തണുപ്പ് ചൂട് എന്നൊക്കെ വിചാരിക്കുന്നത് ഈ വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ടും കരയുള്ളതുകൊണ്ടും ഉള്ള ആ ധാരണകൾ കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ ആഹാരത്തിലെ തണുപ്പ് ചൂട് എന്നൊന്നുമില്ല. ഡോക്ടർ, കോഴിമുട്ടയേക്കാൾ കുട്ടികൾക്ക് നല്ലത് കാടമുട്ട എന്ന് പറയാറുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടറുടെ അഭിപ്രായം? അതും വലിയൊരു തെറ്റിദ്ധാരണയാണ്. കാരണം
നമ്മൾ സാധാരണ ഒരു പഴഞ്ചൊല്ല് ഉണ്ടല്ലോ, 1000 കോഴിക്ക് അരക്കാട് എന്ന് പറയുന്ന പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വെറും പഴഞ്ചൊല്ല് മാത്രമാണ്. അങ്ങനെ ഒരിക്കലും കാടമുട്ട കോഴിമുട്ടയെക്കാളും ഒരുപാട് ഗുണമേന്മയുള്ളതാണെന്നോ വളരെ മികച്ചതാണെന്നോ ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. രണ്ടും ഈക്വൽ ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളതാണ്. അതായത് ഇപ്പൊ നമ്മൾ കോഴിമുട്ട, ഒരു കോഴിമുട്ടയിൽ അതിന്റെ വെയിറ്റ് കണക്കാക്കി എത്ര കാടമുട്ട തൂങ്ങുമോ അത്ര കാടമുട്ട കൊടുക്കേണ്ടി വരും ഒരു കോഴിമുട്ടയ്ക്ക് തുല്യമായിട്ടുള്ള ന്യൂട്രീഷണൽ വാല്യൂ കിട്ടണമെങ്കിൽ. അപ്പൊ അത് എന്തുമാത്രം ചെലവുള്ളതാണെന്ന് ഓർക്കണം. അപ്പൊ അത് അതിന് ഏകദേശം ഒരു കോഴിമുട്ട എന്ന് പറയുമ്പോൾ അതിന്റെ വെയിറ്റ് നോക്കുമ്പോൾ 4-5 കാടമുട്ടയെങ്കിലും അത് ഈക്വലായിട്ട് വെയിറ്റ് ആയിട്ട് വരും. അപ്പൊ 4 കാടമുട്ടയുടെ 5 കാടമുട്ടയുടെ വില എത്രയാണ്? അതിനേക്കാൾ ഒരു കോഴിമുട്ട കൊടുത്താൽ മതിയാവുമല്ലോ. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രത്യേകത ഒന്നും കാടമുട്ടയ്ക്കില്ല. പക്ഷെ ഒരു കോഴിമുട്ടയുടെ വെയിറ്റിൽ എത്ര കാടമുട്ട തൂങ്ങുമോ ആ വെയിറ്റിൽ നമ്മൾ അതിന്റെ ന്യൂട്രീഷൻ വാല്യൂ വന്നിട്ട് ഒന്ന് ജസ്റ്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഫാറ്റും അതുപോലെ പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റും മറ്റുള്ള മിനറൽസും മാക്രോ ന്യൂട്രീഷൻസും അതുപോലെ മൈക്രോ ന്യൂട്രീഷൻസും കുറച്ച് കൂടുതലാണ് കാടമുട്ടയിൽ. പക്ഷെ നമ്മൾ ഈക്വൽ ആയിട്ടുള്ള വെയിറ്റ് കണക്കാക്കുമ്പോഴാണ്, അല്ലാതെ ഒരു കാടമുട്ടയിലല്ല നമ്മൾ കമ്പാരിസൺ ചെയ്യേണ്ടത്. സോ രണ്ടും തുല്യമാണ് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ, പല ഡോക്ടർമാരും തന്നെ പറയാറുണ്ട് അലർജിയുള്ള കുട്ടികൾക്ക് മുട്ട, പാല്, അതുപോലെ തോടുള്ള ആഹാര പദാർത്ഥങ്ങൾ, ചോക്ലേറ്റ് എന്നിവയൊന്നും കൊടുക്കരുതെന്ന്. എന്താണ് ഡോക്ടറുടെ അഭിപ്രായം? അതായത് അലർജി ഉള്ള കുട്ടികളിൽ അത് നമുക്ക് അങ്ങനെ പറയുന്നതിൽ കാര്യമുണ്ട്. അലർജി ഉള്ള കുട്ടികൾ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമുക്കിങ്ങനെ മുട്ട കൊടുത്തു നോക്കിയാലല്ലേ പറയാൻ പറ്റൂ, അതുപോലെ മീൻ കൊടുത്തു നോക്കിയാലല്ലേ പറയാൻ പറ്റൂ, അതുപോലെ മറ്റുള്ള ഫോറിൻ പ്രോട്ടീൻ, അനിമൽ പ്രോട്ടീൻ ആയിട്ടുള്ള ആഹാരങ്ങൾ കൊടുത്തു നോക്കുമ്പോഴേ അലർജി, അതുപോലെ മറ്റുള്ള പാല്, പശുവിന്റെ പാല്, ഇതൊക്കെ കൊടുത്തു നോക്കുമ്പോഴേ നമുക്കത് അലർജി ഉണ്ടോ എന്ന് പറയാൻ പറ്റൂ. പക്ഷെ പശുപാൽ ഒരിക്കലും കുഞ്ഞുങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നല്ലേ നമ്മൾ പറയാറുള്ളത്. അത് പക്ഷെ മുതിർന്ന കുട്ടികൾക്ക് പാല് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ അമ്മയുടെ പാല് നമ്മൾ പറഞ്ഞ പോലെ 1 വയസ്സ് 1.5 വയസ്സാകുമ്പോൾ കുറച്ച് കൊടുക്കണം. 1 വയസ്സ് കഴിയുമ്പോൾ തന്നെ കുറച്ച് കൊണ്ടുവരണം. കുറച്ച് കൊണ്ട് വന്നില്ല എങ്കിൽ മറ്റുള്ള ആഹാരങ്ങൾ കഴിക്കുന്ന കാര്യത്തിൽ കുറവ് വരും. കാരണം പാല് നല്ല ഒരു വിശപ്പ് അടക്കുന്ന ഒരു ആഹാര പദാർത്ഥമായതുകൊണ്ട് വിശപ്പില്ലാതായിപ്പോൾ മറ്റുള്ള ആഹാരങ്ങൾ കഴിക്കാതായിപ്പോൾ. അതുകൊണ്ടാണ് 1 വയസ്സ് കഴിയുമ്പോൾ പാലിന്റെ അളവ് കുറച്ചിട്ട് പാലിന്റെ അവർ വന്നിട്ട് മെയിൻ ഫുഡായിട്ട് കണക്കാക്കുന്നത് സപ്ലിമെന്റ് ഫുഡായിട്ട് നമ്മൾ എപ്പോഴും പറയാറില്ല, മുലപ്പാൽ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള പശുവിന്റെ പാല് കൊടുക്കാൻ പാടില്ല, അതിന്റെ ആവശ്യമില്ല. പക്ഷേ മുതിർന്ന കുട്ടികൾ കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പൊ പാല് അലർജി ഉണ്ടോ, മുട്ട അലർജി ഉണ്ടോ എന്നുള്ളത് അമ്മയ്ക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയൂ. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ആഹാര പദാർത്ഥത്തിൽ അലർജി ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? അത് ഒരിക്കലും എനിക്ക് പറയാൻ കഴിയില്ല. എനിക്കൊരു ലിസ്റ്റ് ഇട്ട് തരാൻ പറ്റില്ല. അത് കൊടുക്കരുത് ഇത് കൊടുക്കരുത് എന്ന് പറഞ്ഞ ഒരിക്കലും ഞാൻ ലിസ്റ്റ് ഇട്ട് തരികയില്ല. കാരണം ഒരു ആഹാര പദാർത്ഥത്തിൽ ഒരു അനിമൽ പ്രോട്ടീൻ, ഫോറിൻ പ്രോട്ടീനിൽ എന്തെങ്കിലും അലർജി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? 4 ദിവസം തുടർച്ചയായിട്ട് പാല് കൊടുക്കണം മുതിർന്ന കുട്ടികൾക്ക്. ഞാൻ ചെറിയ കുട്ടികൾക്ക് പാല് കൊടുക്കാനേ പാടില്ല, മുലപ്പാൽ മാത്രമല്ലേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയാറുള്ളത്. മുതിർന്ന കുട്ടികൾക്ക് 4 ദിവസം തുടർച്ചയായിട്ട് നമ്മൾ പാല് കൊടുക്കുകയാണ്. അടുത്ത ഒരു 3 ദിവസം നമ്മൾ ഒന്നും കൊടുക്കാതിരിക്കുന്നു. അത് ആ സമയത്ത് മുട്ടയോ മറ്റുള്ള എന്തെങ്കിലും പുതിയ ആഹാര പദാർത്ഥങ്ങൾ, അനിമൽ പ്രോട്ടീൻ ആയിട്ടുള്ള മറ്റൊന്നും കൊടുക്കരുത്. കാരണം ഇത് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പൊ 4 ദിവസം പിന്നീട് വേറെ കൊടുക്കാതിരിക്കുമ്പോൾ ആ സമയത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് കഫക്കെട്ടോ ചൊറിച്ചലോ കഫക്കെട്ടോ അതുപോലെ മറ്റുള്ള എന്തെങ്കിലും ശ്വാസമുട്ടലോ മറ്റെന്തെങ്കിലും ശ്വാസവും സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളോ അലർജിയോ തുമ്മലോ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നമുക്ക് നിരീക്ഷിക്കാം. അങ്ങനെ വരുന്നില്ല എങ്കിൽ ആ പാൽ അലർജിയില്ല, മുട്ട അലർജിയില്ല എന്ന നിഗമനത്തിൽ നമ്മൾ എത്തുകയും തുടർന്നും അത് കൊടുക്കുകയും ചെയ്യണം. അപ്പൊ തീർച്ചയായിട്ടും അത് പാൽ അലർജിയാണ്, മുട്ട അലർജിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ലിസ്റ്റ് ഇട്ടിട്ട് നേരത്തെ മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടാക്കി നാം അത് കുട്ടികൾക്ക് നിഷേധിക്കുന്നത് വളരെ വളരെ തെറ്റാണ്. അപ്പൊ അലർജി ഉണ്ടാകാൻ സാധ്യത അല്ലെങ്കിൽ സംശയമുള്ള ആഹാര പദാർത്ഥങ്ങൾ പാടെ ഉപേക്ഷിക്കാതെ ഡോക്ടർ പറയുന്നത് അത് ഭക്ഷണം കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഇടവിട്ട് കൊടുത്തതിന് ശേഷം അത് നിരീക്ഷിച്ച് അതിന് അലർജി ഉണ്ടെങ്കിൽ മാത്രം ഒഴിവാക്കുക, അങ്ങനെയാണല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതിൽ ചില ഡോക്ടർമാർ അങ്ങനെ പറയാനുള്ള കാരണം ഇതാണ്. ചിലപ്പോൾ ഈ അലർജി പാരമ്പര്യമായിട്ടാണ് നല്ലൊരു സാധനം വരുന്നത്. അത് 90% അപ്പോൾ പാരമ്പര്യമാണ്. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും അതുപോലെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒക്കെ കുട്ടിയുടെ അവർക്ക് എന്തെങ്കിലും അറ്റോപ്പിക് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ മൂക്കിൽ അലർജി, തുമ്മൽ, അല്ലെങ്കിൽ എക്സിമ, അലർജി ഡെർമാറ്റൈറ്റിസ് എന്ന് പറയുന്ന ചൊറിഞ്ഞുപൊട്ട്, രക്തവാതം എന്നൊക്കെ പറയുന്നത്. അത് ഇവിടുത്തെ കൊലോക്കിയലി പറയുന്നത് അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ എക്സിമ അല്ലെങ്കിൽ അലർജി ഡെർമാറ്റൈറ്റിസ് എന്നാണ് കൃത്യമായിട്ട് പറയേണ്ടത്. അതുപോലെ ആസ്മ, ബ്രോങ്കിയൽ ആസ്മ എന്ന് പറയുന്നത് വലിയ. അപ്പൊ അത്തരം ഒരു ഹിസ്റ്ററി ഉള്ള പേരൻസ് ആണെങ്കിൽ ഒരു വയസ്സിൽ താഴെ നമ്മൾ മുട്ട കൊടുക്കേണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നതിൽ അർത്ഥമുണ്ട്.
അതും ഞാൻ പറയുന്നത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു 4 ദിവസം കൊടുത്തു നോക്കണം. കാരണം മുട്ട എന്ന് പറയുന്നത് ഒരു അമൂല്യമായിട്ടുള്ള ഒരു വസ്തുവാണ്. മുട്ടയെ നമ്മൾ എന്തിനാണ് വെറുതെ ബ്ലാക്ക് ലിസ്റ്റിൽ നമ്മൾ പെടുത്തുന്നു? ഒരിക്കലും ഈ പൈസക്ക് ഈ ഒരു ഗുണമേന്മയുള്ള ഒരു ആഹാരം വേറെ ഒന്നും കിട്ടാനില്ല. കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അതിനകത്തുണ്ട്. എല്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? വിറ്റമിൻ സി ഒഴികെയുള്ള എല്ലാ വിറ്റമിൻസും ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, എല്ലാ മിനറൽസും ഉണ്ട്, പൊട്ടാസ്യം, അതുപോലെ അയൺ ഉണ്ട്, പിന്നെ ഫോസ്ഫറസ് ഉണ്ട്. ഫോസ്ഫറസ് മുട്ടയിലാണ് അധികം ഉള്ളത്. അപ്പൊ ഇതെല്ലാം നമുക്ക് വളരെ കുട്ടികളുടെ വളർച്ചയ്ക്കും ഒക്കെ വളരെ എല്ല് വളർച്ചയ്ക്കും പല്ല് വളർച്ചയ്ക്കും എല്ലാ വളർച്ചയ്ക്കും ആവശ്യമുള്ള ഒരു നല്ലൊരു വസ്തുവായിട്ടാണ് ഇത് കാണേണ്ടത്. ഒരിക്കലും മുട്ടയെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തരുത്. അത് കാര്യം ചെയ്യുമ്പോൾ അത് എപ്പോഴും ഈ പറഞ്ഞ പോലെ അത് സംശയമുള്ള സമയത്ത് മാത്രം ആ രീതിയിൽ അത് കണ്ടാൽ മതി. മുട്ട ഒരു പഠനങ്ങൾ തെളിയിക്കുന്നത് 102 കുട്ടികൾക്കാണ്. അതുപോലെ മറ്റുള്ള പാല്, പശുവിന്റെ പാല് ഒരു 108 കുട്ടികൾക്കാണ്. മുതിർന്ന കുട്ടികളുടെ കേസിൽ, ചെറിയ കുട്ടികൾക്ക് തന്നെ പാടില്ല നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ. മുതിർന്ന കുട്ടികൾക്ക് അത് 108 കുട്ടികൾക്ക് അലർജി ഉണ്ടാക്കാം. ഏകദേശമാണ്. അത് നമ്മൾ നിരീക്ഷിച്ചതിന് ശേഷം മാത്രം അത് കൊടുത്താൽ മതിയല്ലോ. അതൊന്നും ഒഴിവാക്കരുത്. ഡോക്ടർ, അപ്പം ഈ മുട്ട കൊടുക്കുമ്പോൾ ചിലവര് മുട്ടയുടെ മഞ്ഞ കൊടുക്കും, ഇല്ലെങ്കിൽ വെള്ള കൊടുക്കും. സത്യം പറഞ്ഞ ഇതിൽ ഏതാണ് ആരോഗ്യത്തിന് നല്ലത്? ഹോൾ എഗ് ആണ്. മുട്ട മുഴുവനും കൊടുക്കണം. അപ്പൊ നമ്മള് 6 മാസം മുതൽ 7 മാസം 8 മാസം വരെ മഞ്ഞ കൊടുക്കണം എന്ന് പറയാൻ കാരണം ദഹിക്കാൻ എളുപ്പമാണ് കമ്പാരിറ്റീവ്ലി. പിന്നെ 8 മാസം 9 മാസം കഴിയുമ്പോൾ നമ്മൾ വെള്ള സ്റ്റാർട്ട് ചെയ്യും. അത് അങ്ങനെ മൊത്തത്തിൽ ഹോൾ എഗ് നമ്മൾ 6 മാസത്തിൽ കൊടുക്കാൻ പറയാറില്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മഞ്ഞയിലാണ് എല്ലാ ന്യൂട്രീഷൻസും അടങ്ങിയിട്ടുള്ളത്. പോഷക മൂല്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ളത് മഞ്ഞയിലാണ്. വെള്ളയിലുള്ളത് പ്രോട്ടീൻ മാത്രമാണ്. പ്രോട്ടീൻ പാലിൽ നിന്ന് കിട്ടും, അമ്മയുടെ പാലിൽ നിന്ന് കിട്ടും. അതുപോലെ നമ്മൾ കൊടുക്കുന്ന മറ്റുള്ള ആഹാരങ്ങളിൽ പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. സോ മഞ്ഞയിലാണ് ഒരുപാട് ന്യൂട്രീഷൻസ് ഉള്ളത്. അതുകൊണ്ട് മഞ്ഞയും കൊടുക്കണം, വെള്ളയും കൊടുക്കണം. ഡോക്ടർ, എല്ലാ അമ്മമാരുടെയും ഒരു പരാതിയാണ് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ല, വിശപ്പില്ല എന്നൊക്കെ. അപ്പൊ ഇതിനു വേണ്ടി മരുന്ന് വാങ്ങി കഴിക്കുന്നത് ആരോഗ്യത്തിന് എങ്ങനെ ബാധിക്കും? അത് നല്ലതാണ്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് ഒരുപാട് അമ്മമാർ ഇങ്ങനെ കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ള പരാതിയുമായിട്ടും ഭയങ്കര വിഷമത്തോടുകൂടിയും ഈവൻ കരയൊക്കെ ചെയ്യുന്ന അവസ്ഥയിൽ നമ്മൾ ഡോക്ടർമാർ കാണാറുണ്ട്. യഥാർത്ഥത്തിൽ കുട്ടിയുടെ വെയിറ്റ്, അത് ഈ പ്രായം അനുസരിച്ചുള്ള വെയിറ്റ് ഉണ്ടെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനിച്ചുടൻ 3 കിലോ ആവറേജ് ഇന്ത്യൻ സ്റ്റാൻഡേർഡാണ്. 5 മാസം ആകുമ്പോൾ 6 കിലോ, പിന്നെ 1 വയസ്സാകുമ്പോൾ 9 കിലോ. അപ്പോൾ 1 വയസ്സാകുന്ന സമയത്ത് 9 കിലോ ഉള്ള ഒരു വെയിറ്റ് ഉള്ള ഒരു കുട്ടി ഒരിക്കലും ഭക്ഷണം കഴിക്കാതെ അല്ലല്ലോ. ഇപ്പം നോർമൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? വെറും പാല് കുടിച്ചിട്ട് മാത്രമല്ല. പാലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് കലോറി 450 കലോറിയൊക്കെ കിട്ടുന്നുള്ളൂ. ഈ പ്രായത്തിൽ അതായത് 1 വയസ്സ് പ്രായത്തിലൊക്കെ വന്നിട്ട് 750 മുകളിൽ കലോറി ആവശ്യം വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ വന്നിട്ട് കുട്ടി കഴിക്കുന്നുണ്ട്, പക്ഷെ അമ്മയുടെ കാഴ്ചപ്പാട് എപ്പോഴും വന്നിട്ട് അത് വളരെ കുറവായിരിക്കും. അതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. അമ്മയ്ക്ക് എപ്പോഴും ഒരുപാട് കഴിച്ചു കാണണം. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ കുട്ടി കഴിക്കണം. കുട്ടി എത്രയും വേഗം അത് തടിപ്പിക്കണം, വണ്ണം വയ്പ്പിക്കണം, നല്ല ബുസ്ബുസായിട്ടൊക്കെ കുട്ടികൾ വരണം എന്നുള്ള കാഴ്ചപ്പാട് അമ്മയ്ക്കുള്ളതുകൊണ്ട് മാത്രമാണ്. മറ്റപടി ഈ വെയിറ്റ് കുറയുന്ന മുറയ്ക്ക് കഴിക്കുന്നില്ല എന്ന് അമ്മമാർ പറയുകയാണെങ്കിൽ അത് കണക്കിലെടുക്കേണ്ടതാണ്. അത് എന്താണ്? കഴിക്കാത്തതിന് പല കാരണങ്ങളുണ്ടാകും. അതിന് മരുന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതിന് മരുന്ന് നമ്മൾ കൊടുക്കാറേ ഇല്ല. ഒരു ഡോക്ടർമാരും അങ്ങനെ വന്നിട്ട് വിശപ്പില്ല, അതായത് തെറാപ്പറ്റിക് ആയിട്ട്, അതായത് വന്നിട്ട് അസുഖമായിട്ട് ബന്ധപ്പെട്ട് തീരെ വന്നിട്ട് ഇങ്ങനെ കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് രോഗമായിട്ട് എടുക്കേണ്ടതില്ല. വിശപ്പില്ലായ്മ എന്ന് പറയുന്ന ഒരു പ്രശ്നം വന്നിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അമ്മമാർ വളരെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടതാണ്. അതായത് എന്തുകൊണ്ടാണ് കുട്ടിക്ക് വിശപ്പില്ലാതായി പോകുന്നത്? അതിന് കാരണം അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതായത് 10 മാസം കഴിഞ്ഞ ശേഷവും പിന്നെ വന്നിട്ട് 2 മണിക്കൂർ ആദ്യം ജനിച്ച കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പാൽ കൊടുക്കുന്ന പോലെ 2 മണിക്കൂർ പാൽ കൊടുക്കാറില്ല, ശരി 3 മണിക്കൂർ 4 മണിക്കൂർ. മുലപ്പാലിന്റെ അളവ് കുറയ്ക്കണം. മുലപ്പാൽ തന്നെ വിശപ്പില്ലാതായി ആക്കുന്ന ഒരു ആഹാര പദാർത്ഥമാണല്ലോ, നാച്ചുറലി കിട്ടുന്നതാണ്. അപ്പൊ അങ്ങനെ അത് 10 മാസം കഴിയുമ്പോൾ അതിന്റെ പാലിന്റെ അളവ് കുറയ്ക്കണം. മാത്രമല്ല കൂടാതെ കുട്ടിക്ക് വന്നിട്ട് കുട്ടി വേറെ എന്തെങ്കിലും ഇടപെട്ട സമയത്ത് വന്നിട്ട് ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ടോ, വേറെ എന്തെങ്കിലും വന്നിട്ട് ജങ്ക് ഫുഡ്സ് എന്തെങ്കിലുമൊക്കെ 1 വയസ്സ് കഴിയുന്ന മുറയ്ക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് വിശപ്പ് നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടോ, അത് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് അത് ചോദ്യം. ഇപ്പൊ തന്നെ വന്നിട്ട് നല്ല വിശന്നിരിക്കുന്ന സമയത്ത് നമ്മൾ പാല് കൊടുക്കുക, മുലപ്പാൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വിശപ്പ് അടങ്ങിപ്പോയി. അല്ലാതെ നല്ല വിശന്നിരിക്കുന്ന സമയത്ത് ഒരു ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശപ്പില്ലാതാവും. ഇടപെട്ട സമയത്ത് അങ്ങനെ മിക്സർ അങ്ങനെ ഈ കുറച്ച് മുതിർന്ന കുട്ടികളുടെ കേസാണ് ഞാൻ പറയുന്നത്. 1 വയസ്സിന് ശേഷം 2 വയസ്സ് ആ പ്രായത്തിൽ ആ സമയങ്ങളിൽ അതിനേക്കാൾ മുതിർന്ന കുട്ടികൾ അവർക്ക് ഇങ്ങനെ ഇടപെട്ട സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരുന്നാൽ വിശപ്പില്ലാതാവും. അപ്പൊ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വേണം. നമ്മൾ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്ത്രപൂർവ്വം നമ്മൾ കൈകാര്യം ചെയ്യണം. മാത്രമല്ല
ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കലയാണ്. അമ്മമാർ വളരെ ശ്രദ്ധാപൂർവം അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ അടിച്ചേൽപ്പിക്കലല്ല. കുട്ടികൾ എപ്പോഴും സെലക്റ്റീവ് ആയിരിക്കും. നമ്മൾ വലിയ ആൾക്കാരെ പോലെ തന്നെ കുട്ടികൾ വളരെ സെലക്റ്റീവ് ആണ്. ഇപ്പൊ നമുക്ക് നല്ലതാണ് എന്ന് തോന്നുന്ന ഭക്ഷണം കുട്ടികളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു പതിവ് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഒരിക്കലുമല്ല, നമ്മൾ വളരെ ഡിഫറെന്റ് ആയിട്ട്. അപ്പൊ ഒരു ദിവസം വന്നിട്ട് പുട്ടാണെങ്കിൽ വേറെ ദിവസം, മുതിർന്ന കുട്ടികളെ കേസാണ് ഞാൻ പറയുന്നത്, ഒരു ദിവസം പുട്ടാണെങ്കിൽ ഒരു ദിവസം വന്നിട്ട് വെള്ളയപ്പം, വേറെ ദിവസം ദോശ, മറ്റൊരു വേറെ ദിവസം ഇഡ്ഡലി. അതും ഈ കുറച്ച് കുട്ടികൾ ഈ 2 വയസ്സ് 3 വയസ്സ് ആ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ വന്നിട്ട് ഈ കളറിലൊക്കെ ഭയങ്കര അടിമപ്പെട്ടിരിക്കുന്ന കുട്ടികളായിരിക്കും. അത് കളറിനോട് ഭയങ്കര അട്രാക്ഷൻ ഉണ്ടാകും. അപ്പൊ ആഹാരത്തിൽ തന്നെ വന്നിട്ട് നമുക്ക് വെളിയിലുള്ള ആർട്ടിഫിഷ്യൽ കളർ ചേർക്കണമെന്നല്ല. നമ്മളിപ്പോ ക്യാരറ്റ് ചേർക്കുമ്പോൾ ഒരു കളർ കിട്ടും, ബീറ്റ്റൂട്ട് ചേർക്കുമ്പോൾ ഒരു കളർ കിട്ടും. ഇപ്പൊ ഇഡ്ഡലി തന്നെ വന്നിട്ട് വേണമെങ്കിൽ കുറച്ച് ചീരയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് വേറൊരു കളർ വരും. അപ്പൊ അങ്ങനെ ആ രീതിയിൽ വന്നിട്ട് കളറൊക്കെ ചേർത്തിട്ട് അട്രാക്റ്റീവായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക, അതൊരു തന്ത്രമാണ്. കൂടാതെ നമ്മൾ വെറൈറ്റി, കുട്ടികൾക്ക് ആവശ്യം എന്താണ് എന്നുള്ളത് കണ്ടുപിടിച്ച് ഒരു ഗവേഷണം തന്നെ വേണമെങ്കിൽ അമ്മമാർ നടത്താം. ഗവേഷണം നടത്തി കണ്ടുപിടിച്ച് കുട്ടികൾക്ക് ഭക്ഷണം ആ രീതിയിൽ കൊടുക്കുക, അല്ല നമുക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നത് അടിച്ചേൽപ്പിക്കലല്ല. ഡോക്ടർ, ഇത് നല്ലൊരു അറിവാണ്. കുട്ടികൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ടിപ്പ് പറഞ്ഞു തന്നത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കളറും ചെറിയ ചെറിയ ഫ്ലേവറും ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പായിട്ട് നമ്മൾ അമ്മമാർക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ അത് മാത്രമല്ല, നമ്മൾ കളർ എന്ന് പറയുമ്പോൾ ഒരിക്കലും ആർട്ടിഫിഷ്യൽ കളർ അല്ല ഉദ്ദേശിച്ചത് കേട്ടോ. കളർ നാച്ചുറൽ കളർ. അതായത് ഇപ്പൊ വിബ്ജിയോർ എന്ന് പറയുമ്പോൾ അതിൽ 7 കളർ അടങ്ങിയിരിക്കുകയാണ്. നമ്മൾ വിബ്ജിയറുടെ ഒരു എന്താ എലോബറേഷന്റെ ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ആ 7 കളറിലുള്ള നമുക്ക് പ്രകൃതിയുടെ വരദാനമായിട്ട് പച്ചക്കറികളെല്ലാം വന്നിട്ട് 7 കളറിൽ എന്തെല്ലാം കളറുകൾ കിട്ടുന്നു. അപ്പൊ കളറായിട്ട് അങ്ങനെ നാച്ചുറൽ കളേഴ്സ് നമുക്ക് പ്രകൃതിദത്തമായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സിലും അതുപോലെ വെജിറ്റബിൾസിലും എല്ലാം കളറാണ്. അപ്പൊ അത് പരമാവധി വന്നിട്ട് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മള് ഒരു 10 മാസം കഴിയുന്ന കുട്ടികൾക്ക് നമ്മൾ ചോറ് കൊടുക്കുമ്പോൾ ഇപ്പോൾ നമ്മള് ചീര നല്ലവണ്ണം മഷി പോലെ അരച്ച് ചോറിന്റെ കൂടെ കലത്തിട്ടുണ്ടെങ്കിൽ നല്ല ചോറ് പച്ച കളറാണ്. അതുപോലെ കുറച്ച് ചീരയൊക്കെ വന്നിട്ട് ഇഡ്ഡലി വേവിച്ചിട്ടുണ്ടെങ്കിൽ പച്ച ഇഡ്ഡലി ആയിരിക്കും. അപ്പൊ കുട്ടികൾക്ക് ഇത് ഭയങ്കര ഒരു അട്രാക്ഷൻ ഉണ്ട്. അതുപോലെ ഇപ്പോൾ ദോശയൊക്കെ ചില അമ്മമാർ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അതായത് ദോശ കുട്ടികൾ കഴിക്കാൻ വേണ്ടി അതിൽ സോസ് കൊണ്ട്, ടൊമാറ്റോ സോസ് കൊണ്ടൊക്കെ ചിലപ്പോൾ ഒരു കണ്ണൊക്കെ വരച്ചു വെക്കും, മൂക്കൊക്കെ വരച്ചു വെച്ചിട്ട് അത് കൊടുക്കും. കുട്ടികളത് ഭയങ്കര അട്രാക്ഷൻ ആയിട്ട് കഴിക്കും. അപ്പൊ അങ്ങനെ കുട്ടികളെ കഴിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ മെനയണം. അപ്പൊ ആക്ച്വലി നമ്മളിപ്പോ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബേക്കറി സാധനങ്ങളൊക്കെ അധികം ഇഷ്ടപ്പെടാൻ കാരണം ആ കളർ കണ്ടിട്ടാണ്. എന്തെല്ലാം ഭയങ്കര അട്രാക്റ്റീവ് കളേഴ്സും ഫ്ലേവേഴ്സും ചേർത്തിട്ടാണല്ലോ, ഇങ്ങനെ നല്ല മണമൊക്കെ ആയിട്ടാണല്ലോ ഇത്രയും ബേക്കറി സാധനങ്ങൾ. അതല്ലേ കുട്ടികൾ വീണു പോകുന്നത്. അപ്പൊ ആ ഒരു തന്ത്രം വീട്ടിലും മെനയണം എന്നാണ് എനിക്കിവിടെ വ്യക്തമായി പറയാനുള്ളത്. അപ്പോൾ ആ രീതിയിൽ വന്നിട്ട് ഫുഡ് അത് ഈ ആഹാരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടാണ്, ഒരു കലയാണ്. ആ ഒരു കലാപരമായിട്ട് കാണണം. ഒരു പനിഷ്മെന്റ് ആയിട്ട് കഴിക്കാത്ത കുട്ടികളെ നമ്മൾ കഴിപ്പിക്കാൻ വേണ്ടി തൊണ്ടയിൽ കുത്തി ഇറക്കുക, അതൊക്കെ വളരെ തെറ്റാണ്. കുട്ടിക്ക് വേണ്ട എങ്കിൽ വേണ്ട തന്നെ. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ തല്ലിക്കൊന്നാൽ നമ്മൾ കഴിക്കത്തില്ല. കുട്ടികൾ വളരെ സെലക്റ്റീവ് ആയിരിക്കും. അപ്പൊ അവർക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് മാറി കൊടുക്കണം. ഇപ്പൊ തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ അടുത്ത് ഒരുപാട് അമ്മമാർ ഒന്ന് പറയാറുണ്ട്, ഡോക്ടർ മുട്ട കൊടുക്കണമെന്ന് എപ്പോഴും പറയാറുണ്ട്. പക്ഷെ മുട്ട കഴിക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ ഉടനെ ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് മുട്ട കൊടുക്കാറുള്ളത്? മുട്ട പുഴുങ്ങി കൊടുക്കും. അതാണ് കഴിക്കാത്തത്. നമ്മൾ മുട്ട പുഴുങ്ങി കൊടുത്താൽ കുട്ടിക്ക് അങ്ങനെ കഴിക്കാനുള്ള ടേസ്റ്റ് ഉണ്ടാകത്തില്ല. മുട്ടയിൽ നമുക്ക് എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. മുട്ട ഇപ്പോൾ നിങ്ങൾ വന്നിട്ട് പാചക പങ്ക്തികളെ എടുത്ത് നോക്കിയാൽ അറിയാം, യൂട്യൂബിലെടുത്ത് നോക്കിയാൽ അറിയാം, 40, 50, 60 പരം വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും മുട്ടയിൽ. അത് ഓരോന്നായിട്ട് കുട്ടി പുഴുങ്ങി തിന്നുന്നതാണെങ്കിൽ കഴിക്കാൻ കൊടുക്കാം. അതല്ലാതെ അങ്ങനെ കഴിക്കാത്ത കുട്ടികൾക്ക് മറ്റു പല രീതിയിൽ വന്നിട്ട് ഉണ്ടാക്കി കൊടുക്കണം. മുട്ടയിൽ എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാകും, വളരെ ടേസ്റ്റ് ആയിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാകും. ഞാൻ ഓരോന്നായിട്ട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. അപ്പൊ ആ രീതിയിൽ കൊടുത്തു നോക്കണം. മുതിർന്ന കുട്ടികൾ ചിലപ്പോൾ മുട്ട പുഴുങ്ങി കഴിച്ചെന്ന് വരും, ചെറിയ കുട്ടികൾ കഴിച്ചില്ല എന്ന് വരും. നമ്മളിപ്പോൾ വെറും ചോറ് നമ്മൾ കഴിക്കത്തില്ലല്ലോ. നമ്മൾ ചോറെന്ന് പറഞ്ഞാൽ നമ്മൾ വെറും ചോറ് കഴിക്കാനൊന്നും കഴിയില്ല, വെറും കഞ്ഞി കുടിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ആ കൂട്ടത്തിലുള്ള കറികളുള്ള കൊണ്ടാണ്, വെജിറ്റേറിയൻ ആയാലും ശരി നോൺ വെജിറ്റേറിയൻ ആയാലും ശരി, വളരെ മറ്റുള്ള കറികളിലുള്ള ആ സ്വാദുള്ള നല്ല സ്പൈസി ആയിട്ടും അതുപോലെ വന്നിട്ട് പുളിയും എരിവുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറികളിലുള്ളത് മാത്രമാണ് ചോറ് കഴിച്ചു പോകുന്നത്. അതുപോലെ വെറും മുട്ട കൊടുത്താൽ ആ വെറും ചോറ് കഴിക്കുന്ന എഫക്റ്റാണ് ഉണ്ടാകുക. അപ്പൊ അങ്ങനെ മാറ്റി കൊടുക്കണം. അതുപോലെ കുട്ടികൾക്ക് വിശപ്പില്ലാത്തതിന് മെഡിക്കൽ രീതിയായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയുണ്ട്. അതായത് കുട്ടികൾക്ക് അനീമിയ ഉണ്ടെങ്കിൽ, രക്തക്കുറവുണ്ടെങ്കിൽ, അതായത് കാലഘട്ടത്തിൽ വേണ്ട വെയിറ്റും ഹൈറ്റും ഇല്ലാത്ത അവസ്ഥയിൽ തീരെ ഒന്നും കഴിക്കുന്നില്ല എന്നുള്ള ഒട്ടും വിശപ്പില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഞങ്ങൾ ഡോക്ടർമാർ
അത് പരിശോധിക്കും. അനീമിയ ഉണ്ടോ, രക്തക്കുറവുണ്ടോ എന്നും കൂടി നമ്മൾ നോക്കാറുണ്ട്. അതൊരു കാരണമാണ്. മറ്റപടി നോർമൽ വെയിറ്റ് ഉണ്ട് എങ്കിൽ കുട്ടി കഴിക്കുന്നുണ്ട്, അത് സഫീഷ്യന്റ് ആണ്. ഡോക്ടർ, കുട്ടികളിൽ കണ്ടുവരുന്ന പ്രശ്നമാണ് പകലൊക്കെ നന്നായി ഓടിച്ചാടി കളിക്കും, രാത്രിയാകുമ്പോൾ ഭയങ്കര കാലുവേദന. അതെന്തുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് ഒരുപാട് അമ്മമാർ പറയുന്നുണ്ട്, കുട്ടി പകലൊക്കെ ഓടി ചാടി കളിച്ച് നടക്കും, രാത്രിയാകുമ്പോൾ കാല് തിരുമ്മി തരാൻ വേണ്ടി പറയും, കാലുവേദന കൈവേദന എന്ന് പറയും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കാലില് പ്രത്യേകിച്ച് നീരൊന്നുമില്ല, അവരെ കാലിലെ മറ്റുള്ള അസുഖത്തിന്റെ ലക്ഷണങ്ങളായിട്ടൊന്നും കാണുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് കാൽഷ്യം കുറവായിരിക്കാനാണ് സാധ്യതയുള്ളത്. എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? കാൽഷ്യം കുറയുന്നത് വന്നിട്ട് ഇതൊരു കാരണമാണ്. ഇതൊരു ഈ രീതിയിൽ മനസ്സിലാക്കാം. കുട്ടികൾ ഇങ്ങനെ പകലൊക്കെ കളിച്ചിട്ട് രാത്രി ഒന്ന് വീട്ടിൽ വരുമ്പോൾ കാല് തിരുമ്മി തരാൻ പറയുക, നമ്മൾ കാല് വേദന എന്ന് പറയുമ്പോൾ കാൽഷ്യം കുറവാണ് എന്ന് മനസ്സിലാക്കാം. ഒന്ന്, ഈ ചെറിയ കുട്ടികൾ, അത് 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അല്ലാതെ 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ കാൽഷ്യം കുറവിന്റെ ക്ലിയർ കട്ടായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകും. തലവേർപ്പ് പൊതുവെ എല്ലാ കുട്ടികൾക്കും തന്നെ ഉണ്ടാകും. പക്ഷെ കാൽഷ്യം കുറയുന്ന കുട്ടികൾക്ക് തലവേർപ്പ് നന്നായിട്ട് തലവേർക്കും. കുട്ടികൾ എപ്പോഴും ഭയങ്കര ആവി, പരവേശം, ചൂട് എന്ന് പറഞ്ഞ് എപ്പോഴും മൂടി പതിക്കാൻ സമ്മതിക്കില്ല. തുണിയൊക്കെ ഡ്രസ്സൊക്കെ ഊരിക്കളയാനാണ് നോക്കുക. ഉള്ളം കൈ ചൂടായിരിക്കും, ഉള്ളം കാല് ചൂടായിരിക്കും. ഒരു പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ടെമ്പറേച്ചർ വന്നിട്ടുണ്ടെങ്കിൽ മുട്ടിന് താഴേക്ക് തണുത്തിരിക്കും, ഐസ് പോലെ. മുട്ടിന് താഴെ, മുട്ടിന് മുകളിലൊക്കെ വന്നിട്ട് പനിയൊക്കെ മുട്ടിന് മുകളിൽ മാത്രമേ ചൂടുണ്ടാവുള്ളൂ. ആ രീതിയിൽ കുട്ടികളുടെ തലയൊക്കെ വന്നിട്ട് വിയർത്ത് എപ്പോഴും പനി പോലെ. അപ്പോൾ മിക്കവാറും അമ്മമാർ പറയാണ്ട് എപ്പോഴും ഭയങ്കര എപ്പോഴും പനിയാണെന്നല്ലോ പറയും. എപ്പോഴും കുട്ടിക്ക് പനിയാണല്ലോ, തല എപ്പോഴും ചൂടായിരിക്കുന്നതാണ്. അപ്പൊ ഈ അവസ്ഥയിൽ വന്നിട്ടത് അതായത് മൈൽ സ്റ്റോൺസ് ഡിലേ വരുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇത്രയും ലക്ഷണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഈ ലക്ഷണങ്ങൾക്ക് ഒപ്പം തന്നെ ഡിലേഡ് മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്ന 4 മാസത്തിലെ കഴുത്ത് ഉറയ്ക്കണം, 6 മാസത്തിലെ വന്നിട്ട് കുട്ടി അങ്ങനെ അടുത്ത ഡെവലപ്മെന്റിലേക്ക് വരണം. പിന്നെ 8 മാസം ആകുമ്പോൾ പതുക്കെ എഴുന്നേറ്റിരിക്കാനും 10 മാസം ആകുമ്പോൾ നടക്കാൻ ശ്രമിക്കണം. ആ രീതിയിൽ വന്നിട്ട് 6 മാസമാകുമ്പോൾ തന്നെ പതുക്കെ എഴുന്നേറ്റ് ഇരിക്കാനുള്ള ശ്രമം ഉണ്ടാകുമല്ലോ, കഴുത്ത് 4 മാസത്തിൽ ഉറയ്ക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഡിലേഡ് മൈൽ സ്റ്റോൺസ്. അതുപോലെ പല്ല് വരുന്നത്, പല്ല് വരേണ്ടത് നമുക്കറിയാം. 6 മാസം 7 മാസം ആകുമ്പോൾ 8 മാസം ആകുമ്പോഴൊക്കെ വന്നിട്ട് പല്ലുകൾ വരേണ്ടത് എത്ര പല്ല് വരണം നമുക്കറിയാം. അപ്പൊ ആ രീതിയിൽ പല്ലുകൾ വരുന്ന കാര്യത്തിൽ ഡിലേ വരിക, 1 വയസ്സായിട്ടും പല്ലുകളൊന്നും വരാത്തത്. അപ്പൊ അങ്ങനെ അതെല്ലാം കണക്കാക്കി നമുക്ക് കാൽഷ്യം കുറവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ദേഹത്ത് നിങ്ങൾ നോക്കുമ്പോൾ ചെറിയ വെളുത്ത കുത്തുകളൊക്കെ അവിടെ കഴുത്തിലും കയ്യിൽ മുഖത്തിലും മറ്റുള്ള ഭാഗത്തൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെയാണ് കാൽഷ്യം കുറവ് എന്ന് നമ്മൾ മനസ്സിലാക്കാറുള്ളത്. അപ്പൊ ഈ പല്ലിന് കേട് വരുന്നുണ്ട് ചെറിയ കുട്ടികൾക്ക് അധികവും, അതും ഈ കാൽസ്യത്തിന്റെ കുറവുകൊണ്ടാണോ? അത് കാൽഷ്യം കുറവുകൊണ്ട് മാത്രമല്ല, അത് ഇപ്പൊ കുട്ടികൾ സ്വീറ്റ്സും മുട്ടായും എന്തെങ്കിലും കഴിച്ചിട്ട് വാകഴുകാതിരിക്കുന്നതുകൊണ്ട്, ചിലപ്പോൾ രാത്രി ഒന്നും കഴിക്കാൻ വാകഴുകാതൊക്കെ കിടക്കുന്നതുകൊണ്ട് അവിടെ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് അങ്ങനെ വരുന്നതാകാം. അതുകൂടാതെ വന്നിട്ട് ജനിക്കുമ്പോഴേ ചില കുഞ്ഞുങ്ങൾക്ക് വന്നിട്ട് കാരീസ് ഓഫ് ടീത്തായിട്ട് കറുപ്പ് നിറത്തിൽ അങ്ങനെ വരാറൊക്കെ ഉണ്ട്. ജനിക്കുമ്പോഴേന്ന് വെച്ചാൽ പല്ല് വരുമ്പോഴേ, ജനിക്കുമ്പോഴല്ല പല്ല് വരുമ്പോഴേ കറുത്ത നിറത്തിലൊക്കെ വരാറുണ്ട്. അത് ചിലപ്പോൾ പാരമ്പര്യമായിട്ടൊക്കെ വരുന്ന സംഭവങ്ങളാകാം. അപ്പോൾ കാൽഷ്യം കുറവ് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. മറ്റുള്ള രീതിയിൽ ഓറൽ ഹൈജീന്റെ കാര്യത്തിലുള്ള പ്രശ്നങ്ങളും ഒരു കാരണമായിട്ട് വരാറുണ്ട്, ഇങ്ങനെ പല്ല് ദ്രവിച്ചു പോകുന്നതിനും ഒക്കെ. കാൽസ്യക്കുറവിന് ഹോമിയോപ്പതിയിൽ എന്തെങ്കിലും ചികിത്സയുണ്ടോ ഡോക്ടർ? തീർച്ചയായിട്ടും ഹോമിയോപ്പതിയിൽ കാൽഷ്യം കുറവ് മാത്രമല്ല, കുട്ടികൾക്കുള്ള അസുഖങ്ങൾക്ക് ഏത് തരം അസുഖമായാലും നമുക്ക് തീർച്ചയായിട്ടും അത് ഹോമിയോപ്പതിക്ക് വളരെയധികം സ്കോപ്പ് ഉണ്ടല്ലോ. എപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ പ്രാഥമിക ആരോഗ്യം ഹോമിയോപ്പതിയിലൂടെ, കുട്ടികളുടെ ജീവിതത്തിന്റെ പ്രാഥമിക ഘട്ടങ്ങളിൽ ഇരിക്കുന്നവരാണ്. പ്രാഥമിക ആരോഗ്യം ഹോമിയോപ്പതിയിലൂടെ എന്ന് പറയുന്നത് നമ്മുടെ മുദ്രാവാക്യമാണ്. ഇപ്പൊ കുട്ടികളിൽ കാൽഷ്യം കുറവ് എന്നാണ് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ, കാൽഷ്യം അടങ്ങിയ മരുന്നുകൾ ഇപ്പൊ നമ്മൾ ഒരു പക്ഷേ നമ്മൾ ക്രൂഡ് ഫോമിൽ വന്നിട്ട് ഇപ്പൊ എലിമെന്റൽ കാൽഷ്യം തന്നെ നമ്മൾ കൊടുക്കുമ്പോൾ കാൽഷ്യം കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്തില്ല എന്ന് ഒരു പക്ഷെ വരാം. പക്ഷെ ഹോമിയോപ്പതിയിൽ നമ്മൾ കൊടുക്കുന്ന കാൽഷ്യം എന്ന് പറയുമ്പോൾ എലിമെന്റൽ കാൽഷ്യവും കൊടുക്കുന്നുണ്ട്. കാരണം കാൽഷ്യം സപ്ലിമെന്റേഷൻ വേണമല്ലോ. ഇപ്പൊ നമ്മൾ ഈ കൽക്കരയ കാർബ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കുട്ടികൾക്ക് അധികം യൂസ് ചെയ്യുന്ന ഒരു മരുന്നുണ്ട്. ആ മരുന്നിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികളുടെ തലവിയർപ്പ്, മൂടി പതിക്കാൻ സമ്മതിക്കാത്തത്, ഉള്ളം കൈ ചൂട്, ഉള്ളംകാല ചൂട്, ഡിലേഡ് മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്ന അതാത് കാലഘട്ടത്തിൽ വേണ്ട വളർച്ചകൾ വളരെ ഡിലേ ആകുന്നതും, പല്ല് വരാത്തതും, ചൊല്ല് വരാത്തതും, അത്തരം കുട്ടികൾക്ക് നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു മെഡിസിൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെന്റ് എന്ന് പറയും. അത് നോക്കുമ്പോൾ കൽക്കരയ കാർബ് ബേബീസ് ആയിട്ട് നമ്മൾ അവർ കണ്ടുകൊണ്ട് കൽക്കരയ കാർബ് എന്ന് പറയുന്ന മരുന്നാണ് അധികം കൊടുക്കാറുള്ളത്. അതിന്റെ ഹയർ പൊട്ടൻസി കൊടുക്കുന്നതോടൊപ്പം തന്നെ ആ കാൽഷ്യം ഒരു സപ്ലിമെന്റേഷൻ കൂടി കിട്ടണമല്ലോ. ഇപ്പൊ ഹയർ പൊട്ടൻസീസ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും കാൽഷ്യം അബ്സോർപ്ഷൻ അത് എൻഹാൻസ് ചെയ്യും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നമുക്ക് കിട്ടുന്ന ഒരു നേട്ടം. കൂടാതെ എന്നാലും ഒരു എലിമെന്റൽ കാൽഷ്യം കൂടി കൊടുക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ കാൽഷ്യം കാർബണേറ്റ് അതൊരു 3ാമത്തെ ആവർത്തനത്തിൽ അതൊരു എലിമെന്റൽ കാൽഷ്യം, അവിടെ മെറ്റീരിയൽ ക്വാണ്ടിറ്റി അതിലുണ്ടാവും.
അങ്ങനെ കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് അത് പരിഹരിക്കാറുള്ളത്. കുട്ടികളിലെ ഒരു പ്രശ്നമാണ് തൂക്കക്കുറവ്. അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടറിന്റെ അഭിപ്രായം? കുട്ടികളുടെ തൂക്കക്കുറവ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ജനിച്ച ഉടനെ 3 കിലോ ആവറേജ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ, പിന്നെ 5 മാസം ആകുമ്പോൾ 6 കിലോ, പിന്നെ 1 വയസ്സാകുമ്പോൾ 9 കിലോ. അപ്പോൾ യഥാക്രമം ആ ഒരു വെയിറ്റ് ഹൈറ്റ് അനുസരിച്ചും പാരമ്പര്യമായിട്ടുള്ള, അതായത് വന്നിട്ട് ജനറ്റിക് ആയിട്ടുള്ള ആ രീതിയിൽ വന്നിട്ട് അവിടെ ഇപ്പോൾ അച്ഛനും അമ്മയും അവരുടെ ഹൈറ്റും അതുപോലെ അവരുടെ പാരൻസിനും അത് ഗ്രാൻഡ് പാരൻസിൻ്റെ ഒക്കെ വന്നിട്ട് ആ ഹൈറ്റും വെയിറ്റും അതെല്ലാം കൂടി ഇതിലെ ഇൻഫ്ലുവൻസ് ഉണ്ടാകും. അത്തരത്തിൽ നോർമലായിട്ടുള്ള വെയിറ്റ് ഇല്ല എങ്കിൽ അതിനെന്താണ് കാരണമെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അത് മെഡിക്കൽ രീതിയായിട്ട് നമുക്കൊരു അപ്രോച്ച് ഉണ്ട്. എന്താണ് വെയിറ്റ്? അണ്ടർ വെയിറ്റ് എപ്പോഴും എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനീമിയ കൊണ്ട് വരാം, അതുപോലെ മറ്റു പല കാരണങ്ങളുണ്ടും വെയിറ്റ് കുറഞ്ഞു പോകാം. അപ്പോൾ കുട്ടികൾ തീരെ ഭക്ഷണം കഴിക്കാത്തതിനൊക്കെ കാരണങ്ങളുണ്ടാകാം, സൈക്കോളജിക്കലായിട്ട് കാരണങ്ങളുണ്ടാകാം. കൂടാതെ വന്നിട്ട് നമ്മൾ മറ്റു പല എന്തെങ്കിലും മെഡിക്കൽ രീതിയായിട്ടുള്ള കാരണങ്ങളുണ്ടോ നമ്മൾ അന്വേഷിക്കാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെന്റ് നാം നൽകുന്ന വഴി അത് പരിഹരിക്കാൻ കഴിയുന്നതാണ്. കുട്ടികളിൽ ഭക്ഷണം അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട് മിക്ക അമ്മമാർക്കും. അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടറുടെ അഭിപ്രായം? ഒരിക്കലും ഭക്ഷണം അടിച്ചേൽപ്പിക്കേണ്ടതല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം കൊടുക്കുന്നത് വലിയൊരു കലയാണ്, ഒരു ആർട്ടാണ്. അത് നേരത്തെ ഞാൻ വിശദീകരിച്ച പോലെയുള്ള രീതിയിൽ കുട്ടികൾ വന്നിട്ട് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലല്ലല്ലോ. കുട്ടികൾ സെലക്റ്റീവ് ആയിരിക്കും, നമ്മൾ വളരെ സെലക്റ്റീവ് ആണല്ലോ. അപ്പോൾ കുട്ടികൾ തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള രുചിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ വന്നിട്ട് ചെറുപ്പത്തിലേ നമ്മൾ അത് ചെറിയ പ്രായത്തിൽ, അതായത് അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ 9 മാസം കഴിയുന്ന മുറ, 10 മാസം കഴിയുന്ന മുറയ്ക്ക് കുട്ടികൾ നമ്മുടെ കൂടെ തന്നെ ഇരുത്തി ഭക്ഷണം കൊടുക്കാൻ നോക്കണം, നമ്മുടെ കൂട്ടത്തിൽ ഇരുത്തി കൊടുക്കണം. ചില അമ്മമാർ കുട്ടിയെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി TV കാണിച്ചുകൊണ്ടും TV-യിൽ വരുന്ന പരസ്യങ്ങൾ കാണിച്ചുകൊണ്ടും ഒക്കെ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. ഭാവിയിൽ ഈ കുട്ടികൾ TV കാണാൻ അടിമപ്പെടുകയും ചെയ്യും. TV മുതലായ കാര്യങ്ങളിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കൽ കുറവായിരിക്കും. തീർച്ചയായിട്ടും അത് അങ്ങനെ ആ ശീലമേ തെറ്റാണ്. കാരണം അത് ഭാവിയിൽ കുട്ടികളെ നമ്മൾ TV കാണാൻ അടിമപ്പെടുത്തുന്നതിന് തുല്യമാണ്. 1. 2, നമ്മൾ മുൻകാലങ്ങളിലൊക്കെ വന്നിട്ട് ആളുകളൊക്കെ കാക്കയും പൂച്ചയും കാണിച്ചുകൊണ്ട് പ്രകൃതിയും കാണിച്ചുകൊണ്ട് പുറത്തിറങ്ങി, ഇപ്പൊ നമ്മൾ പുറത്തിറങ്ങി അങ്ങനെ ഭക്ഷണം കൊടുത്ത് ശീലിപ്പിക്കുന്നില്ല. നമ്മൾ TV കണ്ടിട്ട് കുട്ടിയെ കൊടുക്കാനാണ് നോക്കുന്നത്. അത് തെറ്റായ പ്രവണതയാണ്. മാത്രമല്ല അത് ഈ കുട്ടികൾ ആ രീതിയിൽ വന്നിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഭക്ഷണം എന്ന് ഒരു 10 മാസം കഴിയുമ്പോൾ അങ്ങനെ കാണരുത്. കുട്ടിയെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇരുത്തി ഭക്ഷണം കൊടുക്കണം. കുട്ടി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വന്നിട്ട് അവർ കൈയിട്ട് വായില വെക്കും. ആദ്യമൊക്കെ എരിവൊക്കെ ഉണ്ടാവും. അത് കുറച്ച് പിന്നീട് അതെല്ലാം വന്നിട്ട് ശീലമായി. ആ ടേസ്റ്റുകൾ പിള്ളേർക്ക് അതുമായി പൊരുത്തപ്പെട്ട് വരും. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്താതെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇരുത്തി ഭക്ഷണം കൊടുക്കേണ്ട ആ രീതിയിലേക്ക് കൊണ്ടുവരണം. ഇപ്പൊ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 10 മാസം കഴിഞ്ഞ ശേഷം അരച്ചു കൊടുക്കാൻ നോക്കരുത്. നമ്മൾ കൊടുക്കുന്ന എല്ലാ ഭക്ഷണവും 1 വയസ്സ് കഴിയുമ്പോൾ നാം വീട്ടിൽ കൊടുക്കുന്ന എല്ലാ ഭക്ഷണവും കുട്ടികൾക്ക് അത് കൊടുക്കാൻ നോക്കണം. ആ രീതിയിൽ കുട്ടികളെ നമ്മുടെ രീതിയിൽ കൊണ്ടുവരണം. ഡോക്ടർ ഇപ്പൊ പറഞ്ഞു 6 മാസം കഴിഞ്ഞുള്ള കുട്ടികൾക്ക് സെമി സോളിഡ് ഫുഡ്, അതായത് കുഴമ്പ് രൂപത്തിലുള്ള ഫുഡ് ഐറ്റംസ് കൊടുക്കാറുണ്ട്. അപ്പൊ ഇപ്പം വിപണിയിൽ അത് സുഫലമായിട്ട് കിട്ടാറുണ്ട്, ടിൻ ഫുഡുകളൊക്കെ. അപ്പം അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടറുടെ അഭിപ്രായം? നമ്മൾ ഒരിക്കലും ടിൻഡ് ഫുഡുകൾ കൊടുക്കാൻ പാടില്ല എന്നേ പറയാറുള്ളൂ. അതിന് ആവശ്യമില്ലല്ലോ. കാരണം ഇപ്പോൾ പല കമ്പനി ഓരോ ട്രേഡ് പേരുകളൊന്നും ഞാൻ പറയുന്നില്ല, വെറുതെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി പറയുന്നില്ല. പക്ഷെ അതിന് വെജിറ്റബിളും അതുപോലെ ഫ്രൂട്ട്സും ചേർത്തിട്ടുള്ള അത് ഒരിക്കലും ഫ്രഷ് അല്ലല്ലോ, മാസങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കിയതല്ലേ. അതെങ്ങനെ നമുക്ക് ഫ്രഷ് എന്ന് പറയാൻ പറ്റും? ഇപ്പൊ നമുക്ക് ഫ്രഷ് ആയിട്ട് വീട്ടിൽ തന്നെ കൊടുക്കാമല്ലോ. എല്ലാ ഫ്രൂട്ട്സും അതുപോലെ വെജിറ്റബിൾസും ഒക്കെ. ഇപ്പൊ ക്യാരറ്റ് വേവിച്ച് കൊടുക്കാം, ഉരുളക്കിഴങ്ങ് വേവിച്ച് കൊടുക്കാം. അത് ഞാൻ പറഞ്ഞത് ഒരു 10 മാസം കഴിയുന്ന മുറയ്ക്കാണ്. ആ 10 മാസത്തിന് മുന്നേ ഉള്ള കുട്ടികൾക്കും പിന്നെ സെമി സോളിഡ് ആയിട്ടുള്ള രീതിയിൽ വന്നിട്ട് ആ രീതിയിൽ കുഴമ്പ് രൂപത്തിലൊക്കെ ആക്കാൻ പറ്റും, ചില ഫുഡൊക്കെ ആക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ 10 മാസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഉരുളക്കിഴങ്ങ് ഉടച്ചു കൊടുക്കാം, ക്യാരറ്റ് വേവിച്ച് കൊടുക്കാം. അതിൽ കളറായിട്ടൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ അതുപോലെ ഫ്രൂട്ട്സ് ആയാലും ഇപ്പോൾ സാധാരണ ഈ നമ്മളെ നേന്ത്രപ്പഴം നമ്മൾ വലിയ ആൾക്കാർക്ക് വേവിച്ച് കഴിക്കാൻ പാടില്ല നമ്മൾ പറയും. അതിന്റെ കൂടെ പഴങ്ങൾ ചൂടാക്കി കഴിച്ചാൽ അതിന്റെ പ്രകൃതിദത്തമായിട്ട് കിട്ടുന്ന ആ മൂല്യം നഷ്ടപ്പെടുകയാണ്. അത് അതിന്റെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അതേപോലെ ഫ്രഷ് ആയിട്ട് തന്നെ കൊടുക്കണം. പക്ഷെ ചെറിയ കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ ഒരു 10 മാസം കഴിഞ്ഞുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ വന്നിട്ട് വേവിച്ച് കൊടുക്കാൻ നമ്മൾ പറയാറുണ്ട്. കാരണം പെട്ടെന്ന് എളുപ്പത്തിൽ ദഹിക്കാൻ വേണ്ടിയാണ്. മറ്റവിടെ അങ്ങനെ ആ രീതിയിലൊക്കെ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസ് നമ്മുടെ മുന്നിൽ ഒരുപാടുണ്ട്. ഇപ്പൊ തന്നെ മുത്താറയിൽ നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കണം എന്നാണ് എപ്പോഴും പറയാറുള്ളത്.
ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു കുറുക്കില് കരിപ്പെട്ടി ഇട്ട് കൊടുക്കണമെന്ന്. അപ്പൊ അധികവും കണ്ടുവരുന്നത് കൽക്കണ്ടം ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ്? തികച്ചും തെറ്റാണ്. ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറയൂ. നമുക്ക് നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള കരിപ്പെട്ടി ഉള്ളപ്പോൾ എന്തിനാണ് കൽക്കണ്ടന്റെ ആവശ്യം എന്താണ്? അതിന്റെ ആവശ്യമില്ല. ഡോക്ടർ, മിക്ക കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്തുവാണ് തൈര്. എന്നാൽ പലപ്പോഴും പല കുട്ടികൾക്കും തൈര് കൊടുക്കാറില്ല. അതായത് ശ്വാസം മുട്ടലുള്ള കുട്ടികൾക്ക് അങ്ങനെ തൈര് കൊടുക്കാൻ പാടില്ല എന്ന് പഴമക്കാർ പറയാറുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എന്താ ഡോക്ടറുടെ അഭിപ്രായം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാലും തൈരും മുട്ടയും അതുപോലെ അനിമൽ ഫോറിൻ പ്രോട്ടീൻ ഒക്കെ വന്നിട്ട് വളരെ അപൂർവം അലർജി ഉണ്ടാക്കുന്നു എന്ന് കരുതിയിട്ട് നമുക്ക് ഇതെല്ലാം ഒരു ലിസ്റ്റ് ഇട്ടുകൊണ്ട് കുട്ടികൾക്ക് നിഷേധിക്കുന്നത് വളരെ വളരെ തെറ്റാണ്. തൈര് വളരെ പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ആഹാരമാണ്. തൈര് അതായത് നമ്മൾ 10 മാസം കഴിയുമ്പോഴല്ലേ നമ്മൾ ഉടച്ചു കൊടുക്കുന്നത്, അതായത് ചോറൊക്കെ ഞവടി കൊടുക്കുന്നത്. പിന്നെ അന്ന് അരച്ചു കൊടുക്കാൻ പാടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് 10 മാസം കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെ ഞവടി കൊടുക്കേണ്ട ആ ഒരു പ്രായം വരുന്ന സമയത്ത്, ഉടച്ചു കൊടുക്കേണ്ട പ്രായം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ചോറ് നല്ല വെന്ത ചോറ്, അതിനെ കുറച്ച് തൈരൊക്കെ ഒഴിച്ച് നല്ല വളരെ പുളിക്കാത്ത തൈരാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉറക്കെ ഒഴിച്ച് വെക്കുന്ന ആ തൈര് വളരെ അമൂല്യമായിട്ടുള്ള ഒന്നാണ്. കുട്ടികളുടെ വളർച്ചയ്ക്ക് അത് ഗുണം ചെയ്യും. പ്രതിരോധ ശേഷിക്ക് വളരെ അത് കാര്യമായിട്ടുള്ള കാതലായ ഒരു ഗുണം ഉണ്ടാക്കുകയാണ്. അതുപോലെ അതിൻ്റെ കൂടെ പരിപ്പ് കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. പരിപ്പ് പരിപ്പ് ചേർത്തിട്ട് പരിപ്പും തൈരും ചോറും അതൊക്കെ നല്ല ഭയങ്കരമായിട്ടുള്ള മേന്മയുള്ള ആഹാരങ്ങളാണ്. അതിൽ അലർജി ഉണ്ട് എന്നൊന്നും ഒരിക്കലും നമ്മൾ കണക്കാക്കേണ്ടതില്ല. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടല്ല കൊടുക്കുക. സാധാരണ നമ്മളൊന്ന് നാച്ചുറലായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ തണുപ്പിച്ച് കൊടുത്താൽ തണുപ്പ്, ചൂടായി കൊടുത്താൽ ചൂട്, അത്രയേ ഉള്ളൂ. മറ്റെവിടെ അത് ആ രീതിയിൽ നമ്മൾ കാണണം, അതിൻ്റെ ഒരു മേന്മ കാണണം. ഡോക്ടർ, അതുപോലെ തന്നെയാണ് ടീനേജ് കുട്ടികളുടെ ഭക്ഷണ രീതി. രാവിലെ ഭക്ഷണം മിക്കപ്പോഴും അവർ കഴിക്കാറില്ല. ജോലിക്ക് പോകുന്ന സ്ത്രീകളും ആകട്ടെ രാവിലെ മിക്കപ്പോഴും ഭക്ഷണം ഒഴിവാക്കാറാണ് പതിവ്. എന്താണ് ഡോക്ടർ അതിനെ കൊണ്ട് പറയാനുള്ളത്? ടീനേജ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ കാരണമുണ്ട്. ഒരുപാട് നമ്മുടെ സോഷ്യൽ മീഡിയയുടെയൊക്കെ ഇൻഫ്ലുവൻസ് കാരണം, മറ്റു പല വിഷയങ്ങൾ കാരണം 2 മണി വരെ ഉണർന്നിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. 2 മണിക്ക് ശേഷമാണ് കിടക്കാറുള്ളത്. രാവിലെ എഴുന്നേൽക്കുന്നതാണെങ്കിൽ 8 മണി കഴിയും. 9 മണിക്ക് സ്കൂളിൽ കോളേജിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ആ 1.5 മണിക്കൂർ കൊണ്ടുള്ള അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ടുള്ള അരമണിക്കൂർ കൊണ്ട് ചിലപ്പോൾ 9 മണി നടന്ന് ഉറങ്ങി വരും. അങ്ങനെ പടപട പോവാണ്. ഭക്ഷണം കഴിക്കാൻ ഒരിക്കലും തോന്നത്തില്ല. കാരണം ഭക്ഷണം നമ്മൾ വിശപ്പ് വരണമെങ്കിൽ, അത് നമ്മുടെ സിസ്റ്റം പ്രവർത്തിച്ചു തുടങ്ങണമെങ്കിൽ, നമ്മുടെ ദഹനേന്ദ്രിയ പ്രക്രിയ ഉണർന്ന് പ്രവർത്തിക്കണമെങ്കിൽ എഴുന്നേറ്റ് ഒരു മിനിമം 2 മണിക്കൂർ കഴിയണം. അപ്പം നമ്മൾ രാവിലെ 5 മണിക്കൊക്കെ എഴുന്നേറ്റുണ്ടെങ്കിൽ 8 മണിക്ക് എന്ത് വിശപ്പായിരിക്കും? അതേസമയം വന്നിട്ട് 9 മണിക്ക് എഴുന്നേറ്റാൽ പിന്നെ വന്നിട്ട് എന്ത് വിശപ്പാണുള്ളത്? വിശപ്പ് ഉണ്ടാകത്തില്ല. അപ്പൊ അത് കുട്ടികൾക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, കഴിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് വെറും വയറ്റിൽ അങ്ങനെ കഴിക്കാതെ കൂടുന്നത്. വളരെ വളരെ അപകടമാണ്. ഇപ്പോൾ മുതിർന്ന കുട്ടികളായാലും ശരി, ഇപ്പൊ ജോലിക്ക് പോകുന്ന സ്ത്രീകളൊക്കെ നമുക്കറിയാം, രാവിലെ അവർ 5 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ടാവും. വീട്ടിലെല്ലാ ടൈം കിട്ടത്തില്ല. കാരണം ഇത്രയും എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കണമല്ലോ. നോക്കി എല്ലാം വീട്ടിലെല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് അവരുടെ ടിഫിൻ ബോക്സിൽ ഭക്ഷണം നിറച്ച് രാവിലെ കഴിച്ചത് പാതി കഴിക്കാതെ പാതി പോവുകയാണ്. അത് തികച്ചും തെറ്റാണ്. അവർക്ക് വിശപ്പ് ഇല്ലാഞ്ഞിട്ടല്ല, കഴിക്കാൻ സമയമില്ലാഞ്ഞിട്ടാണ്. ആ ടൈം മാനേജ്മെന്റിലുള്ള ചില അപകടങ്ങളാകാം. ടൈം എന്തുകൊണ്ടാണ് ടൈം അങ്ങനെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അവർ ചിന്തിക്കണം. ഭക്ഷണം, രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് വളരെ വളരെ വൈറ്റലാണ്. അപ്പൊ നമ്മുടെ ഒരു ദിവസത്തെ മുഴുവൻ നമുക്ക് എനർജി നൽകുന്നത് രാവിലത്തെ ഭക്ഷണമാണ്. നമ്മൾ നേരെ കേരളത്തിലെ കൾച്ചർ ആണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം നേരെ തിരിച്ചാണ്. രാവിലെ വളരെ ലൈറ്റ് ആയിരിക്കും. ചിലപ്പോൾ ഒരു ചായയോടുകൂടി നിൽക്കും. ഒരു 11 മണിക്ക് ചിലപ്പോൾ എന്തെങ്കിലും കടിയും ചായയും വീണ്ടും കഴിച്ചെന്ന് വരും. 2 മണിക്ക് അല്ലെങ്കിൽ 1.5 മണിക്ക് ഭക്ഷണം കഴിക്കുന്നു. അത് സാമാന്യം മോഡറേറ്റ് ആയിട്ട് കഴിക്കുന്നു. രാത്രിയാണെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ, പുരുഷനും സ്ത്രീയും ആണെങ്കിൽ 2 പേരും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ വൈകിട്ട് വന്നതിന് ശേഷമായിരിക്കും വിഭവസമർത്ഥമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത്. രാത്രി 9 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കുന്നത്, അത് ഹെവി ആയിട്ട് കഴിക്കുന്നത്, അത് തികച്ചും തെറ്റാണ്. രാവിലെ വളരെ സ്ട്രോങ് ആയിരിക്കണം. നമ്മൾ മുഴുവൻ ദിവസത്തേക്ക് നൽകുന്ന ഊർജ്ജമാണത്. ഉച്ചയ്ക്ക് മോഡറേറ്റ് ആണ്. രാത്രി വളരെ ലൈറ്റായിട്ട്. രാത്രി കഴിക്കേണ്ട ടൈം എന്ന് പറയുന്നത് തന്നെ 8 മണിയാണ്. 8 മണിക്ക് ശേഷം കഴിക്കാൻ നിൽക്കരുത്. കാരണം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ വേണം ഉറങ്ങാൻ. ഭക്ഷണം കഴിച്ചപാടെ 10 മണിക്ക് കഴിച്ചപാടെ 10:30 കിടക്കാൻ കഴിയില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മുടെ ജീവിതശൈലി ആകാര രീതിയിലെ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിപ്പോൾ കേരളത്തിൽ ഒരുപാട് അസുഖങ്ങൾ കൂടി വരികയാണല്ലോ. അപ്പോൾ നമ്മൾ പച്ചക്കറിയുടെ ഉപയോഗം വളരെ കുറഞ്ഞിരിക്കുന്നു. പഴവർഗ്ഗങ്ങളുടെ ഉപയോഗം കുറഞ്ഞിരിക്കുന്നു. മത്സ്യമാംസാഹാരങ്ങളുടെ ഉപയോഗം കൂടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഷുഗർ ധാരാളം കഴിക്കുകയാണ്. അന്നജം ധാരാളം കഴിക്കുകയാണ്. അപ്പോൾ അതിന് അത്രയും ആ രീതിയിൽ നമുക്ക് ഊർജ്ജമായിട്ട് പുറത്ത് കളയാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മുടെ ദേഹത്ത് പലപ്പോഴും അത് കെട്ടിക്കിടക്കുന്ന അവസ്ഥ, ലിവറിലെ കൊഴുപ്പ് അടിക്കുന്നതും ലിവറിൽ വന്നിട്ട് ഈ ഗ്ലൂക്കോസ് കൺവേർട്ടായിട്ട് ട്രൈഗ്ലിസറൈഡ്സ് ആയിട്ടൊക്കെ വന്ന് കൺവേർട്ടായിട്ട് അവിടെ സ്റ്റോർ ചെയ്യുന്ന ഒരു അവസ്ഥയും. അപ്പോൾ അതാണ് പല പല അസുഖങ്ങൾ കൂടി വരാനുള്ള കാരണങ്ങൾ. അപ്പം നമ്മുടെ കൃത്യമായിട്ടുള്ള എക്സസൈസും അധ്വാനവും അതുപോലെ ആഹാരക്രമങ്ങളിലും ഒക്കെ കാതലായ മാറ്റങ്ങൾ വരുത്തുന്ന മുഖേന നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ആയുർദൈർഘ്യം നമുക്ക് കൂട്ടാൻ സാധിക്കും.
അസുഖമില്ലാത്ത ഒരു കാലത്തെ പറ്റി നാം ചിന്തിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം നല്ലൊരു ഇൻഫർമേഷനാണ് ഡോക്ടർ തന്നത്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നല്ലൊരു ഇൻഫർമേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ഡോക്ടറുടെ വിലയേറിയ കുറച്ച് സമയം ഞങ്ങളുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്പെൻഡ് ചെയ്തതിന് വളരെയധികം നന്ദി ഡോക്ടർ. ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തൊരു ചോദ്യോത്തരവുമായി വരുന്നവരെ കാത്തിരിക്കുക. നന്ദി.